ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് റെസിപ്പി. ഞാൻ കപ്പ കൊണ്ടുള്ള ഒരു നല്ല ടേസ്റ്റുള്ള ഒരു മസാലക്കറി, ചെറുതായിട്ടുള്ള ഒരു മസാലയുള്ള ഒരു നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മസാലക്കറിയാണ്. അപ്പോൾ തുടങ്ങുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുട്ടിൻ്റെ കൂടെ, അതുപോലെ തന്നെ പൂരിക്കൊപ്പം, അപ്പത്തിനൊപ്പം എന്ന് വേണ്ട എല്ലാറ്റിൻ്റെ കൂടെയും, ഇഡ്ഡലി ദോശയൊക്കെ ആയാലും എൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പുട്ടിൻ്റെ കൂടെയും പൂരിയുടെ കൂടെയും എന്തായാലും നല്ല സൂപ്പർ കോമ്പിനേഷനാണ് അപ്പത്തിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അര കിലോ ഒരു 300 ഗ്രാം കപ്പ എടുത്തിട്ടുണ്ട്. കഷ്ണാക്കിയിട്ട് ഇടാൻ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിൽ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ പെട്ടെന്ന് വേവുന്ന കപ്പയൊക്കെ വെച്ചാൽ അങ്ങോട്ട് വല്ലാതെ വെന്ത് പോവും. അപ്പോൾ ആദ്യമായിട്ട് കുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിലല്ലാതെ ഒരു ചെരുവത്തിൽ, ഒരു വലിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ വേവിച്ചെടുക്കുകയായിരിക്കും എപ്പോഴും നന്നാവുകയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് നല്ല വെള്ളം ഒഴിച്ചെടുക്കാം, കാരണം ഇതിൻ്റെ കട്ട് ഊറ്റി കളയണം. എപ്പോഴും നമ്മൾ കപ്പ വേവിക്കുമ്പോൾ അതിൻ്റെ ആ വെന്ത വെള്ളം നമ്മൾ മുഴുവൻ, അതിന് കട്ട എന്ന് പറയും, അതിൽ ചെറുതായിട്ട് രീതിയിലൊരു വിഷാംശമുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്തായാലും ഊറ്റി കളയണം. കുറച്ച് കൂടുതൽ വെള്ളം തന്നെ ഒഴിക്കണം, എന്നാലാണ് അതിൻ്റെ കട്ട് കംപ്ലീറ്റ് ആയിട്ട് പോവുള്ളൂ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് വേവിക്കാൻ വെക്കുക. ഫുൾ ഫ്ലെയിമിൽ വിസിൽ വന്നതിൻ്റെ ശേഷം കുറച്ച് നേരം ഞാൻ സിമ്മിലിടുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാ കപ്പയുടെയും വേവ് നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, ഓരോ കപ്പയ്ക്കും ഓരോ തരത്തിലാണ്. അപ്പോൾ നമുക്ക് വെന്ത് കുഴഞ്ഞു പോകുന്നുള്ള പേടി ഉണ്ടെങ്കിൽ ചെരുവത്തിൽ ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കൂടുതൽ നേരം എടുക്കുന്നേ ഉള്ളൂ, എന്നാലും നമുക്ക് കറക്റ്റായിട്ട് ആ കറക്റ്റ് പാകത്തിന് വേവിച്ചെടുക്കാൻ പറ്റും. അതവിടെ കപ്പ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്ര വേണ്ട വെച്ചാൽ അത്ര വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓരോരുത്തരുടെയും വെളിച്ചെണ്ണ ഒഴിക്കുന്ന അളവൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അത് നമുക്ക് എത്ര വേണ്ട വെച്ചാൽ അത്ര ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഒരു 5-8 എണ്ണം ഞാൻ ചെറിയ ഉള്ളി ഇട്ടുണ്ട്. ചെറിയ ഉള്ളി എത്രയായാലും അത്രയും ടേസ്റ്റാണ്. കൂടുതലിട്ടാൽ കൂടുതൽ ടേസ്റ്റാണ്. പക്ഷേ ഞാൻ ഇതിൽ സവാളയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ല, നിങ്ങൾക്ക് ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സവാള മാത്രം ചേർത്താലും മതി. പക്ഷേ ചെറിയ ഉള്ളി ഇട്ടാൽ എല്ലാവർക്കും അറിയാമല്ലോ, നല്ലൊരു ഫ്ലേവറാണ്, അതിൻ്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റാണ് അതിന്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സവാള ചേർത്താലും മതി. നന്നായിട്ടൊന്ന് മൂക്കണം. ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിട്ടപ്പോൾ കുറച്ച് അധികം മൂത്തുപോയി, നല്ല ചൂടുണ്ടായിരുന്നു, ഫ്ലെയിം കുറച്ച് അധികമായിരുന്നു. കുഴപ്പമില്ല, കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല ബ്രൗൺ ആയിപ്പോയി. ഇത്രയുണ്ട്. കാരണം ചെറിയൊരു ബ്രൗൺ ആവണം കേട്ടോ, നല്ല മൂക്കണം ചെറിയ ഉള്ളി, അപ്പോഴാണ് അതിൻ്റെ ആ ഫ്ലേവർ ശരിക്കും കിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക് ഇടാം കേട്ടോ. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക്. നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ പച്ചമുളക് ഒരു 2-3 മതിയാവും. എരിവിനനുസരിച്ച് ഇടുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആവുന്ന സമയം കൊണ്ട് കപ്പയൊക്കെ ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം, കാരണം അത് നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുൾ ഫ്ലെയിമിൽ വിസിൽ വന്നതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇത് നന്നായി വെന്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇട്ടാലും ഒരു വിസിൽ വരും. അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്താൽ മതിയാവും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ കപ്പയ്ക്ക് ചില കപ്പ ഒരുപാട് നേരം കുക്കറിലിടേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മൾ കപ്പ വെന്ത് കഴിഞ്ഞാലും കപ്പ നല്ല വെളുത്ത കളറുള്ള കപ്പയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കപ്പ നാട്ടിലൊക്കെ കപ്പ ഒന്നും പറയില്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിലെ കപ്പ പൂളക്കിഴങ്ങ് അല്ലെങ്കിൽ പൂളക്കൊള്ളി, കൊള്ളിക്കിഴങ്ങ്, ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനുള്ള പേര്.
ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുക കാരണം അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും മനസ്സിലാവില്ല. അതാണ് ഞാൻ കപ്പ എന്ന് തന്നെ പറയാം. അതിൻ്റെ കട്ട് ആ വെള്ളം മുഴുവൻ കംപ്ലീറ്റ് ഊറ്റിക്കളഞ്ഞു. അപ്പോൾ അതെനിക്ക് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. അതിൽ വെള്ളം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. പിന്നെ മുളക് പൊടി ആവശ്യത്തിന്, എരിവിന് ആവശ്യത്തിലുള്ള മുളക് പൊടി ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കണം. അതൊരു ലേശം 1/4 ടീസ്പൂണ് ചേർക്കാം. അത് 300 ഗ്രാമല്ലേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ മസാല വേണ്ടു. വേറെ നമ്മൾ പ്രത്യേകിച്ച് വല്ല മസാലയൊന്നുമില്ല. പിന്നെ തക്കാളിയൊന്നും ചേർക്കില്ല കപ്പയിൽ. ഇതൊക്കെ തന്നെ ഉള്ളൂ. നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മല്ലിപ്പൊടി ഇപ്പോൾ 1.5 ടീസ്പൂൺ ഇട്ട് നോക്കുക. മതി വെച്ചാൽ അത്ര മതി കേട്ടോ. 1.5 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ആ ഒരു കണക്കിന് ഇട്ടാൽ മതി. അപ്പോൾ മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ കപ്പ ചേർക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്തിനറിയോ, അതിനൊരു റോ ടേസ്റ്റ്, ഒരു പച്ചച്ചുവ വരാതിരിക്കാനാണ്. പിന്നെ നമ്മൾ കറിക്ക് കൊഴുപ്പ് കിട്ടാൻ ഈ ഇതിന്ന് ഒരു 2-3 കപ്പ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ കറി നല്ല കൊഴുപ്പുള്ളതാവും. പിന്നെ അത് ഇരുന്നാലും ഒന്ന് നല്ല കൊഴുപ്പുള്ള കറിയായി മാറും. പിന്നെ കറിയുടെ ഗ്രേവിയൊക്കെ നമുക്ക് എത്ര വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക. 1 കപ്പോ 2 കപ്പോ എത്ര വെച്ചാൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാൻ ഉള്ളി വഴറ്റുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ ഉപ്പ് നോക്കുക. ആവശ്യത്തിലുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കി നോക്കട്ടെ. എല്ലാം സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ നല്ല വെന്ത കപ്പയായത് കാരണം ചെറുതായിട്ട് ചിലതൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ തന്നെ വളരെ കറക്റ്റാണ്. ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി കുറുകും. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് കുറേ നേരമായിട്ട് തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ. 2-3 മിനിറ്റ് നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ സൂപ്പർ കപ്പ മസാല കറി റെഡിയായി. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നാളികേരം അരച്ചിട്ട് കറി വയ്ക്കണമെന്ന് വെച്ചാൽ ഒരു 2 ടേബിൾ സ്പൂണ് നാളികേരം നമ്മൾ നന്നായിട്ട് വറക്കുക. എന്നിട്ട് ആ വറുത്ത നാളികേരത്തിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് വറുത്തിട്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇതിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് സവാള ചേർക്കണമെന്നില്ല. ചെറിയ ഉള്ളി ഒരു 3-4 ചെറിയ ഉള്ളി എണ്ണയിൽ വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് ചേർത്താലും മതി. അപ്പോൾ നാളികേരം ചേർക്കുന്നവർക്ക് അതിൻ്റെ ഓപ്ഷൻ ഞാൻ പറഞ്ഞൊന്നുമില്ല. നാളികേരം ഒന്ന് വറുത്തിട്ട് മല്ലിയുടെ കൂടെ വറുത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓഫ് ചെയ്യണ കറിയൊക്കെ റെഡിയായി. ടേസ്റ്റ് ഉപ്പൊക്കെ പാകമാണ്, എല്ലാം കറക്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പുട്ടിൻ്റെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് ഈ കറി. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് വേറൊരു റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു. അതിൽ ഫ്ലാഷ് അധികം വർക്ക് ചെയ്യാത്ത കാരണം നിങ്ങൾക്കിപ്പോൾ ലൈറ്റ് വളരെ കുറവായിട്ട് തോന്നുന്നുണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഓക്കെ.